A warm good morning to one and all. Myself Sonu Bani. Rather than being introduced as something, I would like to introduce myself as a proud CCPN or a former student of Chemist College of Pharmaceutical Sciences and Research. With immense pleasure, first of all, I would like to convey my heartfelt greetings for the National Pharma Week to all the fellow pharmacists who gathered here, especially to all the budding pharmacists of Chemist College of Pharmaceutical Sciences. To be exact, this is the 10th year where Chemist College of Pharmaceutical Sciences is being a part of my life. വളരെ കൃത്യമായി പറഞ്ഞാൽ 2010 ഫാർമസി എന്ത് എന്ന് പോലും അറിയാതെ ആ കലാലയ മുറ്റത്ത് വന്നു നിന്ന ഒരു 17കാരിയിൽ നിന്നും ഇന്ന് പ്രൊഫഷണലായി ഫാർമസി പ്രൊഫഷനുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന ഒരു രീതിയിൽ ഇന്നിവിടെ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായി നിൽക്കുമ്പോൾ റിയലി I don't know to explain my gratitude to the Chemist College for laying such a strong foundation to my pharma career. So, a heart full of gratitude, with a heart full of gratitude, I would like to share a few of my thoughts on the topic pharmacist, frontline healthcare professional. Before moving to the topic, definitely we should realize who is a pharmacist. When I'm asking such a question, especially to the student audience, all of them may have different opinions. Definitely, we can call a pharmacist as, or we can describe or define a pharmacist in several terms. But I would like to call them as the one who is giving life to a medicine to save the lives of humans. മരുന്നുകൾക്ക് ജീവൻ നൽകിക്കൊണ്ട് ആ മരുന്നുകളിലൂടെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തിലുള്ള മനുഷ്യർക്കും ജീവൻ നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ജീവന്റെ കാവലാളായി തീരുന്ന ഒരാൾ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. And when we are thinking about the profession, definitely we will strike with the registered pharmacist. A registered pharmacist is the one whose name is in the register maintained by the Pharmacy Council of each of the state upon the completion of a university program in pharmacy. അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദിഷ്ടമായ രീതിയിലുള്ള ഫാർമസി ഒരു കോഴ്സ് പൂർത്തിയാക്കുന്ന അത് ഡിപ്ലോമയാവാം ബാച്ചിലേഴ്സ് ഡിഗ്രി ആവാം അങ്ങനെ ആ ഒരു കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ഓരോ സംസ്ഥാനങ്ങളും പാലിച്ചു പോകുന്ന ആ ഒരു ഫാർമസി രജിസ്റ്ററിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്ന് പറയുക. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ നിയമ സംവിധാനങ്ങളൊക്കെ അനുസരിച്ച് ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് മാത്രമാണ് മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുവാനും ഒഫീഷ്യലി എന്താണോ ഒരു ഫാർമസിസ്റ്റ് അതിന്റെ എല്ലാ കർത്തവ്യങ്ങളും ചെയ്യുവാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ യോഗ്യരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്. If you perform an investigation to realize who is a pharmacist, definitely you may sometimes came across the term drug expert. Yes, actually, based on the discussions held at the British Pharmaceutical Conference in the year of 1963, a pharmacist is regarded as an expert on drug. എക്സ്പേർട്ട് അഥവാ വിദഗ്ധൻ എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക ഒരു ശാസ്ത്രശാഖയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ വൈദഗ്ധ്യം ഉള്ള ഒരു വ്യക്തിയാണ് വിദഗ്ധൻ അഥവാ എക്സ്പേർട്ട് എന്ന് പറയുക. So that person is the one who is supposed to know the A to Z matters related to that particular thing. അതുപോലെ തന്നെ ഒരു ഡ്രഗ് എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ ഒരു മരുന്നിന്റെ എ ടു സെഡ് കാര്യങ്ങളെ പറ്റിയും നല്ല ജ്ഞാനമുള്ള അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ല ബോധ്യമുള്ള അവബോധമുള്ള അതിന്റെ ഏതൊരു മേഖലയും ഏറ്റവും വിദഗ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ എക്സ്പേർട്ട് എന്ന് പറയുക. അങ്ങനെ മരുന്നുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വൈദഗ്ധ്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാളാണ് ഡ്രഗ് എക്സ്പേർട്ട്. അതാണ് നമ്മുടെ ഫാർമസിസ്റ്റ്. So I think if we would like to know or we would like to explore the theme pharmacist frontline healthcare professional, ഒരു ആരോഗ്യ മേഖലയിൽ ഫാർമസിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു മരുന്നിന്റെ യാത്രയോടൊപ്പം നമ്മളും യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു മരുന്ന് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു ശാസ്ത്രജ്ഞന്റെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ആശയത്തിൽ നിന്നുമാവാം അതിന്റെ ആരംഭം. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്നും പ്രത്യേകിച്ച് ആയുർവേദത്തിനൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുള്ള നാടാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നതും കേരളവുമെല്ലാം. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടിലും കാണപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ സസ്യജാലങ്ങളിൽ നിന്നും ഔഷധ ഗുണമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ ആ ചെടിയുടെ ഭാഗങ്ങൾ, അത് ഇലകളാവാം അല്ലെങ്കിൽ ഫലങ്ങളാവാം പൂക്കളാവാം കായ്ക്കളാവാം അല്ലെങ്കിൽ അതിന്റെ വേരാവാം,
എന്തുതന്നെ ആയാലും ആ ഒരു പ്രത്യേക സസ്യഭാഗത്തിൽ നിന്നും അതിനെ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന്റെ ബാക്കി വികസന പ്രക്രിയകളൊക്കെ നടത്തി അവസാനം ഒരു മരുന്നിലേക്ക് എത്തുന്നതാവാം. അങ്ങനെ ഏത് വിധേനയും ആവാം. അപ്പോൾ ഒരു മരുന്ന്, ഒരു ചെറിയ പാരസെറ്റാമോൾ ആണെങ്കിൽ പോലും നമ്മുടെ മുമ്പിലെത്തുമ്പോൾ വളരെ നിസ്സാരമായ വളരെ ചെറിയ ഗുളിക എന്നൊക്കെ നമുക്ക് തോന്നിയാലും ശരിക്കും അതിന്റെ പിന്നിൽ, അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപാട് വ്യക്തികളുടെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷമാവാം ഇത്രയും നല്ല രീതിയിലേക്ക് അതിനെ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മരുന്നിനൊപ്പം യാത്ര ചെയ്തുകൊണ്ട് ആ മരുന്ന് ഓരോ മേഖലകളിലും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും ഏതൊക്കെ പ്രതിഭാസങ്ങൾക്ക് വിധേയമാവുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ആ ഓരോ ഘട്ടങ്ങളിലും ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന പ്രൊഫഷണൽ ഏതൊക്കെ രീതിയിൽ ഇടപെടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഫാർമസിസ്റ്റ് ഫ്രോണ്ട് ലൈൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നുള്ളത് നിസ്സംശയം പറയുവാൻ നമുക്കും സാധിക്കും. So let's begin with the first role. A pharmacist, a drug discoverer or an academician. എപ്പോഴും ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പ്രക്രിയയാണ് എന്ന് പറയാറുണ്ട്. എന്നതുപോലെ തന്നെ ഒരു ഫാർമസിസ്റ്റ് ഒരു ഫാർമസി പ്രൊഫഷനിലേക്ക് വരുമ്പോഴും ആരംഭം വിദ്യയിൽ നിന്ന് തന്നെയാണ്. So in terms of pharmacy, when we are calling a pharmacist as an academician or a drug discoverer, definitely they are the one who are instructing the upcoming generation of pharmacists on all aspects of the pharmacy, like the preparation, distribution, pharmacological action, uses, principles, stock keeping, stock turnover, pricing, and all the detailed phases of a drug. So they will be providing a broad understanding of the scientific principles and the techniques of the science and ability. They will be possess in-depth knowledge of pharmacy as well as they will be educating the future generations of the pharmacists. Sometimes they may be engaged in some research activities too. പഠിക്കുന്ന കാലത്ത് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം നമ്മൾ പഠിക്കുന്ന പല സബ്ജക്റ്റുകളും എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത്. Pharmaceutical jurisprudence, the laws, regulations, the various forms, and everything may be a boring one to all of you. But when we are approaching a regulatory pharmacist, they will answer you the significance, the relevance, or the importance of all these things. When you are seeking the help or the advices from an industrial pharmacist, they will tell you why exactly you came. You have to understand each of the forms. If you're going to a research pharmacist, they will definitely tell you why you have to understand or you have to study the geographical sources, the biological source, and the various phytoconstituents of a plant, or why you have to understand the basic chemical reactions that we have studied in our pharmaceutical chemistry, especially in the organic chemistry, inorganic chemistry, and other aspects or the branches. And the other title is Pharmacist, the Clinical Researcher and the Drug Designers. അങ്ങനെ ബേസിക് എഡ്യൂക്കേഷൻ വഴി ഫാർമസിയുമായിട്ടുള്ള അറിവുകളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു പറ്റം ഫാർമസിസ്റ്റ് ക്ലിനിക്കൽ റിസർച്ചിലേക്കും ഡ്രഗ് ഡിസൈനിങ്ങിലേക്കും ഒക്കെ തിരിയാറുണ്ട്. Actually, they are the experts in research and they are trying to find out the cures for untreated illness or to derive the new medicines with fewer side effects. They are playing various roles in the designing and implementing of protocols to conduct clinical trials, studying or comparing the effectiveness of the various medicines. ഒരു ഡ്രഗ് ഡിസ്കവറി അല്ലെങ്കിൽ റിസർച്ച് എന്നൊക്കെ പറയുമ്പോൾ we can broadly classify or categorize it into various streams like drug repurposing and drug designing. Drug designing എന്ന് പറയുമ്പോൾ definitely we will be coming up with a new moiety in the end. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം താലിഡോമൈഡ് ട്രാജഡി. താലിഡോമൈഡ് എന്ന് പറയുന്നത് pregnant ladies മോർണിംഗ് സിക്നസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്നായിരുന്നു. But gradually we came to find out that it is causing phocomelia, that is the shortening of limbs in the newborn babies. നവജാത ശിശുക്കൾക്ക് വൈകല്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഫോക്കോമീലിയ എന്ന് പറയുന്ന പ്രത്യേക രോഗാവസ്ഥ, അങ്ങനെ താലിഡോമൈഡ് ട്രാജഡി തന്നെ നടന്നു. തൽഫലമായി ആ മരുന്ന് പിൻവലിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ through the clinical researchers, the pharmaceutical scientists or the pharmaceutical researchers, they came up with the conclusion is that thalidomide is responsible for all these things.
സ്റ്റീരിയോകെമിസ്ട്രിയിൽ നമ്മൾ എനൻഷ്യൂമേഴ്സ് SNR ഫോം ഒക്കെ പഠിക്കുന്നവരാണ്. സോ അതിന്റെ S ഫോമിന് മാത്രമാണ് ഇങ്ങനെ നവജാത ശിശുക്കൾക്ക് ഒരു വൈകല്യം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഒക്കെ അവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ S ഫോം അങ്ങനെയാണെങ്കിൽ കൂടിയും R ഫോം വാസ് ഫൗണ്ട് ടു ബി ഇഫക്റ്റീവ്. And with proud, we have to say that nowadays that our thalidomide is re-entering into the pharmaceutical market as a promising remedy for tuberculosis, AIDS, leprosy, a number of cancer and many other diseases. That means the rebirth of a banned drug. എങ്ങോ വിസ്മൃതിയിലാണ്ടിരുന്ന ഒരു മരുന്ന് വീണ്ടും പുനർജന്മം പ്രാപിച്ച് ഫാർമസ്യൂട്ടിക്കൽ വിപണിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ. റിയലി ദാറ്റ് ഇസ് സംതിങ് വി ഹാവ് ടു ബി പ്രൗഡ് ഓഫ്. അതുപോലെ തന്നെയാണ് ഓരോ മരുന്നുകളും. പുതിയതാവണമെന്ന് മാത്രമല്ല, ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല മരുന്നുകൾക്കും പല രീതിയിലുള്ള പാർശ്വഫലങ്ങളും അനന്തരഫലങ്ങളും ഒക്കെ ഉണ്ടാവാം. അപ്പൊ അവയൊക്കെ അതിജീവിക്കുവാൻ വേണ്ടി ആ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റുകൾ എങ്ങനെ ഏറ്റവും പരമാവധി കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തി ആ ഒരു രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് അതിനെ രോഗികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ക്ലിനിക്കൽ റിസർച്ചേഴ്സിന്റെ ദൗത്യം എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ റെസ്വെറാട്രോൾ. Actually, the drug is called as a miracle drug because of the n number of its pharmacological actions, including cardioprotective, anti-cancer activity, then it is functioning as a neuroprotective agent, anti-aging. അങ്ങനെ ഒരുപാട് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഉള്ള ഡ്രഗ്. റെസ്പെറാട്രോൾ ഇന്റർനാഷണൽ കോൺഫറൻസസ് വരെ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസറിലുള്ള അതിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ റെസ്പിറാട്രോളിനെ പറ്റി ചിന്തിക്കുമ്പോൾ അത് ഒരുപാട് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം സം ഓഫ് ദ ലിമിറ്റേഷൻ ഓഫ് ദ ഡ്രഗ് ഈസ് ഇറ്റ്സ് പുവർ ഓറൽ ബയോ അവൈലബിലിറ്റി. സോ വാട്ട് ദ ക്ലിനിക്കൽ റിസർച്ചേഴ്സ് ആർ ട്രൈങ് ടു ഡു ഈസ് ദാറ്റ് they are trying to convert it into various formulations or other forms where we can improve the oral bioavailability of the drug. ഫൈറ്റോസോംസ്, ലിപ്പോസോംസ് അല്ലെങ്കിൽ നാനോസോംസ്, അങ്ങനെ പല പല രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ അതിന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഓരോ രീതിയിലുമുള്ള പുതിയ പുതിയ ഡ്രഗ് ഡിസ്കവറീസ്, ഡ്രഗ് ഡിസൈനിങ്, ഡ്രഗ് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത്. അതിനൊപ്പം തന്നെയുള്ള ഒന്നാണ് ഡ്രഗ് റീപർപ്പസിംഗ് എന്ന് പറയുക. പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു ഈ ഡ്രഗ് റീപർപ്പസിംഗ് എന്ന് പറയുന്നത്. Actually, when the coronavirus has brought all of us to the virtual platforms, we the pharmacists, we became more smarter to combat the COVID with the same virtual platforms. അതിനുള്ള ഒരു ഉദാഹരണമായിരുന്നു ഈ ഡ്രഗ് റീപർപ്പസിംഗ്. നമുക്കറിയാം ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ആക്ച്വലി ദാറ്റ് വാസ് വൺ ഓഫ് ദ ഷൈനിങ് സ്റ്റാർ ഡ്യൂറിങ് ദ കോവിഡ് സീസൺ. ആദ്യമൊക്കെ കോവിഡിന് ഏറ്റവും ഫലപ്രദമായി എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുകയും ഉപയോഗിക്കാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒന്നായിരുന്നു ഹൈഡ്രോക്സി ക്ലോറോക്വിൻ HCQS. ഈ മരുന്ന് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആന്റി മലേറിയൽ ഡ്രഗ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി ഇഫക്റ്റീവ് ഫോർ ദ കോവിഡ്. ആദ്യത്തെ ആ ഒരു സെനാരിയോ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാർമക്കോളജിക്കൽ ഇഫക്റ്റ് അല്ലാതെ മറ്റൊരു പർപ്പസിന് കൂടെ അത് യൂസ്ഫുൾ ആണ് എന്നുള്ള ഒരു കണ്ടെത്തൽ വഴി അതിനും കൂടി നമ്മൾ അതിനെ പരീക്ഷിച്ച് നോക്കുന്ന ഒരു പ്രക്രിയ, അതാണ് ആക്ച്വലി ഡ്രഗ് റീപർപ്പസിംഗ്. ഡ്രഗ് ഈസ് റീപർപ്പസിംഗ് ഫോർ സം അതർ പർപ്പസ്. അപ്പോൾ അതാണ് ഡ്രഗ് റീപർപ്പസിംഗ് എന്ന് പറയുക. ഡ്രഗ് റീപർപ്പസിംഗ് ശരിക്കും നമ്മളൊരു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ടേക്കിംഗ് സോ മെനി ഇയേഴ്സ്, ഫ്രം 12 to 20 years. അതേസമയം ഡ്രഗ് റീപർപ്പസിംഗ് എന്ന് പറയുമ്പം ഓൾറെഡി അത് വിപണിയിലുള്ള ഒരു മരുന്നാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സേഫ്റ്റി പ്രൊഫൈൽസ് അല്ലെങ്കിൽ അതിന്റെ അഡ്മിറ്റ് പ്രോപ്പർട്ടീസ്, അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എലിമിനേഷൻ, അങ്ങനത്തെ ഫാർമക്കോകൈനറ്റിക് പ്രോപ്പർട്ടീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച് അത് മനുഷ്യ ശരീരത്തിന് വലിയ കുഴപ്പമുണ്ടാക്കുന്നതല്ല എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളതാവാം. അതുകൊണ്ട് തന്നെ if we are proceeding with the drug repurposing approaches, it all things will be beneficial for us. ഇതൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രഗ് ഡിസ്കവറി അല്ലെങ്കിൽ ആ ഡ്രഗ് ഡെവലപ്മെന്റിന്റെ ആ ഒരു ലോങ് ടേം പ്രോസസ്സിനെ നമുക്ക് കട്ട് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി കോവിഡ് സെനാരിയോയിൽ നമുക്കറിയാം, കോവിഡ് വന്നപ്പോൾ ഒരു മരുന്ന് ഇതുപോലെ 12-20 വർഷം കൊണ്ട് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. കാരണം ദിവസം പ്രതിയാണ് മരണനിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഏറ്റവും ഫലപ്രദമായ ഒരു രീതിയിൽ എങ്ങനെ മരുന്നുണ്ടാക്കാം എന്നുള്ളത് ചിന്തിച്ചപ്പോൾ നിശ്ചയമായും ഏറ്റവും മുൻപന്തിയിൽ വന്നു നിന്നിരുന്ന ഒന്നായിരുന്നു ഈ ഡ്രഗ് റീപർപ്പസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ
ബേസിക്കലി പറയുമ്പോൾ ഒരു ക്ലിനിക്കൽ റിസർച്ചർ ഓർ ആസ് എ ഡ്രഗ് ഡിസൈനർ അങ്ങനെ ഒരു ടൈറ്റിലിൽ ഫാർമസിസ്റ്റ് എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ദ വൺ ഹു ഈസ് ഡിസൈനിങ് ന്യൂ ഡ്രഗ്സ്. It may be through the virtual platforms or some other process or the researches, and also they will be deriving or developing medicines for untreated illness. നമുക്ക് ഷെഡ്യൂൾ ജെ എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ ക്യൂർ ഇല്ലാത്ത ഡിസീസ് ആയിട്ട് തന്നെ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമുക്ക് സുഖപ്പെടുത്താൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന രോഗങ്ങൾക്ക് പോലും പ്രതിവിധികൾ ഉണ്ടാക്കുവാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഗവേഷണം നിശ്ചയമായും ഓരോ ക്ലിനിക്കൽ റിസർച്ചേഴ്സും നടത്താറുണ്ട്. And also to develop the medications that is having fewer side effects or no side effects. ഇപ്പോൾ ഉള്ള ഡ്രഗ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനുള്ള പാർശ്വഫലങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്താറുണ്ട്. Then also they will be trying to put their best to develop new drugs through the drug repurposing studies where it requires less time, less cost of production and so many advantages are there. So all these are the roles of a pharmacist as a clinical researcher or drug designer. അതുപോലെ തന്നെ ഒരുപക്ഷെ പഠനത്തിനൊക്കെ ശേഷം റിസർച്ചിലേക്ക് തിരിയുമ്പോൾ പലരുടെയും ആങ്സൈറ്റി എന്ന് പറയുന്നത് റെന്യൂമറേഷൻ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അതുപോലെ പല ഏജൻസീസ് even foreign institutions or foreign universities are offering a large number of fellowships and a large number of programs are there to motivate or to encourage the young researchers, especially in the field of medicine and healthcare sector. സോ അങ്ങനെ പുതിയ ഒരു മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഡ്രഗ് റീപർപ്പസിംഗ് വഴി എക്സിസ്റ്റിംഗ് ഡ്രഗിനെ പുതിയൊരു ഫാർമക്കോളജിക്കൽ ആക്ഷന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് എത്തി. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മരുന്നിന്റെ പാർശ്വഫലങ്ങൾ കുറച്ച് അല്ലെങ്കിൽ അതിനിപ്പോഴുള്ള പോരായ്മകളെ അതിജീവിച്ച് എങ്ങനെ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ രോഗികളിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ പറ്റി നമ്മളൊരു ധാരണ ഉണ്ടാക്കി. സോ ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ്, ആഫ്റ്റർ ദ പ്രോസസ് ഓഫ് ഡ്രഗ് ഡിസ്കവറി ഓർ ഡ്രഗ് ഡിസൈനിങ്, we have to move to the next step where it is manufacturing. So pharmacist is acting as a gatekeeper or a manufacturing pharmacist or the industrial pharmacist. Here what they exactly is doing is that ultimately they are standing there to ensure the manufacturing process of the medications adhere to strict standards like good manufacturing practices, quality assurance. അവസാനം ഏറ്റവും ആത്യന്തികമായിട്ട് വിപണിയിലേക്ക് അല്ലെങ്കിൽ രോഗികളിലേക്ക് എത്തുന്ന മരുന്നിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ടമായിട്ടുള്ള ആ ഒരു രാസപദാർത്ഥം അഥവാ ആ ഒരു ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂവന്റ് അത് ഏത് രീതിയിലാണോ അത് അനുശാസിക്കുന്ന ആ ഒരു പ്രൊപ്പോർഷനിൽ കൃത്യമായ എമൗണ്ടിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി അതിൻ്റെ സേഫ്റ്റി, എഫിക്കസി, ക്വാളിറ്റി ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ഇതിനെയൊക്കെ ഉറപ്പുവരുത്തിയ ശേഷം രോഗികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ലോവർ കോസ്റ്റിൽ തന്നെ, കാരണം രോഗികൾക്ക് ഒരുപാട് അഫോർഡബിൾ ആയിരിക്കണം. ഒത്തിരി മരുന്നിന് ഒരുപാട് വിലയൊക്കെ ആണെങ്കിൽ അവർക്കത് ശരിക്കും പറഞ്ഞാൽ ജീവനുമായി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി എൻ എസെൻഷ്യൽ കോമഡിറ്റി. നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത ഒന്നാണ് മരുന്നുകൾ. അതേസമയം ആ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ആ ഒരു അഫോർഡബിൾ ആവുക എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സോ എങ്ങനെ ഏറ്റവും ഫലപ്രദമായി ഏറ്റവും മിതമായ നിരക്കിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് രോഗികളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഗേറ്റ് കീപ്പർ അഥവാ കാവൽക്കാരായി നിൽക്കുമ്പോൾ ഓരോ ഫാർമസിസ്റ്റും ചിന്തിക്കുന്നത്. ഈ മരുന്നുകൾ ഉണ്ടാക്കുക മാത്രമല്ല, ആൻഡ് ഓൾസോ ദ പേറ്റന്റ് സബ്മിഷൻ, ദെൻ ഓതറൈസേഷൻ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഫാർമസിസ്റ്റ്. ഇതിൻ്റെ അകത്ത് തന്നെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഫ്രം ദ മാനുഫാക്ചറിങ്, പാക്കേജിങ്, ക്വാളിറ്റി അഷ്വറൻസ്, ക്വാളിറ്റി കൺട്രോൾ, അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളാണ് ഈ ഓരോ ഫേസസിലും. അതായത് മാനുഫാക്ചറിങ്ങിൽ തന്നെ ഇൻഡസ്ട്രിയൽ ഫാർമസിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് രീതിയിലാണ് ഈ ഫാർമസിസ്റ്റ് വർക്ക് ചെയ്യുക. അൾട്ടിമേറ്റ്ലി നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാം, മറ്റേതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും, അവിടെ ഇപ്പം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങളുടെ ആ ഒരു എന്തെങ്കിലും ചെറിയ കേടുപാടുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ ഗിവ് ഇറ്റ് ഇൻ റിഡക്ഷൻ സെയിൽ. ഒരു കേക്ക് ഫാക്ടറി ആണെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അല്പം കൂടുതൽ കരിഞ്ഞു പോയാൽ അതിനെ നമുക്ക് വലിയ കുഴപ്പമില്ല, അതിൻ്റെ രുചിയിൽ വലിയ വ്യത്യാസമില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചെറിയ റിഡക്ഷൻ സെയിൽ നടത്താൻ പറ്റും. പക്ഷേ when we are thinking about the pharmaceutical industry, we cannot make any kind of compromises in our profession, in our industries. കാരണം ultimately it's all about the human lives.
We have to act as the gatekeepers of the human lives. മനുഷ്യജീവന്റെ കാവലാളായി വർദ്ധിക്കുമ്പോൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസസും നമുക്ക് നടത്തുവാൻ സാധിക്കാത്ത ഒന്നാണ് നമ്മുടെ ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് നിരവധി റോളുകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ultimately we have to ensure the safety, efficacy, quality and the cost effectiveness. ഇതിനു വേണ്ടിയിട്ട് തന്നെ ഓരോ ഇൻഡസ്ട്രി നമുക്ക് നോക്കുമ്പോൾ പറയാം അവിടെ തന്നെ ഒരുപാട് ഫാർമസിസ്റ്റ് ആണ് വർക്ക് ചെയ്യുക. സോ ultimately we are also standing there as the gatekeepers of the human health. നമ്മൾ ഒരു മരുന്ന് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും നമുക്കറിയാം അതിൻ്റെ അകത്ത് ഇപ്പം എല്ലാ ഗുളികകളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അതുപോലെ എല്ലാം സിറപ്പായിട്ട് പറ്റത്തില്ല, IV ആയിട്ട് പറ്റില്ല. അത് ഓരോന്നിനും അതിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സും നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ബയോ അവൈലബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ അത് പേഷ്യന്റിന് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ്നെസ് അവർക്കുണ്ടാവുന്നത് എപ്പോഴാണ് എന്നുള്ളതിനെ പറ്റി വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അതിനെ ഫോർമുലേഷൻ ആക്കുന്നത്. അങ്ങനെ ഒരു മരുന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കത് അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു റീച്ച് ടു ദ എൻഡ് യൂസർ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി വി ഹാവ് ദ മെഡിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓർ ദ മാർക്കറ്റിംഗ് ഫാർമസിസ്റ്റ്. നമുക്കറിയാം actually they are working to introduce and educate the fellow healthcare providers as well as the patients. So they are acting as an important channel of distribution from the pharmaceutical companies to the end users. They will be combining the pharmaceutical knowledge as well as communication skills. ഇപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ആ മരുന്നിനെ പറ്റി കൃത്യമായ അവബോധമുണ്ട് എങ്കിൽ പോലും അതിനെ ഫലപ്രദമായ രീതിയിൽ ബാക്കി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിലേക്കൊക്കെ എത്തിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ, സോ ദ റിക്വയർ എ വെരി ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആ ഒരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതെങ്കിലുമൊക്കെ ഒരു പുതിയ പ്രോഡക്റ്റ്, പുതിയൊരു ഐഫോണിന്റെ പുതിയ സീരീസോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ്, നമ്മുടെ ഫേവറേറ്റ് ബ്രാൻഡ് ഒരു പുതിയ ചോക്ലേറ്റ് പുറത്തിറക്കിയ, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ വി വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ ട്രൈ ടു എക്സ്പ്ലോർ വാട്ട് ആർ ദ ന്യൂ ഫീച്ചേഴ്സ് ഓർ വാട്ട് ആർ ദ ന്യൂ ഫ്ലേവേഴ്സ് ആൻഡ് എവറിത്തിങ്. പക്ഷേ അതേസമയം ഒരു മരുന്ന് എന്ന് പറയുമ്പോൾ അതൊരു പുതിയ കമ്പനിയുടെ മരുന്നാണെങ്കിൽ അല്ലെങ്കിൽ അത് പുതിയൊരു മരുന്നാണെങ്കിൽ അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാനൊന്നും ആരും തയ്യാറാവത്തൊന്നുമില്ല. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ബൗണ്ട് ടു അവർ ലൈഫ്സ്. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇപ്പോൾ സ്ഥിരമായിട്ടൊരു ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ആ ഒരു മരുന്നിന്റെ സ്ട്രിപ്പിൽ ഒരു ചെറിയ കളർ ചേഞ്ചോ ചെറിയൊരു മോഡിഫിക്കേഷൻ വന്നാൽ പോലും അത് രോഗികളിൽ വളരെ ആശങ്കയും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. So that much all the patients are that much conscious about the things or the medications or the medicines that they are taking. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പുതിയൊരു മരുന്ന് ഇപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും സൈഡ് എഫക്ട്സിനെ ഓവർകം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പം 5-6 ഗുളിക കഴിക്കുന്ന സമയത്ത് അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള കോമ്പിനേഷൻ തെറാപ്പീസ്, കോമ്പിനേഷൻ പിൽസ് ഉണ്ട്, മൾട്ടി ഫങ്ഷണൽ ഡ്രഗ്സ് അല്ലെ പോളിഫാർമക്കോളജി എന്നൊക്കെ പറയും. പോളിഫാർമസി ഈസ് എൻ്റർലി ഡിഫറെന്റ് ഫ്രം പോളിഫാർമക്കോളജി. വി ആർ ടോക്കിംഗ് അബൌട്ട് പോളിഫാർമക്കോളജി, അതായത് ഒരു സിംഗിൾ പിൽ മൾട്ടി ഫങ്ഷണൽ ഡ്രഗ്, ഒരു മരുന്നിനകത്ത് തന്നെ ഒന്നിലധികം ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് നമ്മൾ ഇഫക്റ്റീവായ രീതിയിൽ എത്തിക്കുന്നതാണ് പോളിഫാർമക്കോളജിക്കൽ അല്ലെങ്കിൽ മൾട്ടി ഫങ്ഷണൽ ഡ്രഗ്സ് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പുതിയൊരു ഡിസ്കവറി അല്ലെങ്കിൽ പുതിയൊരു ഡെവലപ്മെന്റ് നടത്തി അതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി ദിസ് ഈസ് ദ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ടു എഡ്യൂക്കേറ്റ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അവർക്ക് ഈ ഒരു ചോയ്സ് വരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി all the time all the pharmacists are dispensing the medicines only and only according to the prescription of a doctor, registered medical practitioner. Another important role of a pharmacist, they are acting as the law enforcer or the regulatory pharmacist. നമ്മൾ പറഞ്ഞു ജൂറിസിൽ നമ്മൾ ലോസ് പഠിക്കുന്നത് ഫോംസ് അതൊക്കെ പഠിക്കുന്നതിനെ പറ്റിയൊക്കെ. ഇപ്പം ഫാർമസി ആക്ട് മാത്രമല്ല, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ആണെങ്കിലും അതിനുശേഷമുള്ള ഓരോന്നും, ഇപ്പം പോയിസൺ ആക്ട്, പിന്നെ വന്നു കഴിയുമ്പം DPCO, ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ, അതൊക്കെ വരുമ്പോഴും അതിന് ഓരോന്നിനും അതിൻ്റെതായ ഓരോരോ ഡ്യൂട്ടീസ് ഉണ്ട്. Regulation pharmacists, they are acting as the law enforcers. They're ultimately to ensure the quality, safety, efficacy and cost effectiveness of the medicine they are manufactured as well as imported drugs in the country. നമ്മുടെ രാജ്യത്താണെങ്കിലും സംസ്ഥാനത്തും എല്ലാം അതിൻ്റെതായ റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. അവരുടെ ഏറ്റവും മുഖ്യമായ പരമവും പ്രധാനവുമായ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മൾ
ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതോ ആയ നമ്മുടെ രാജ്യത്തുള്ള ഏതേലുമൊക്കെ ഓരോ പേഷ്യൻസിലേക്കും എത്തുന്ന ഓരോ മരുന്നുകളും അതിന്റെ ഗുണനിലവാരത്തിലും ഗുണമേന്മയിലും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ക്വാളിറ്റി, സേഫ്റ്റി, എഫിക്കസി, കോസ്റ്റ് എഫക്റ്റീവ്നെസ്, അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ അനുശാസിക്കുന്ന ആ നിയമങ്ങളുമായി എത്രമാത്രം അനുയോജിച്ച് പോകുന്നു എന്നുള്ളതിന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. So they are preparing the new drug applications and they are timely accessing the safety, efficacy, quality. So quality analysis and quality control, QA/QC എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫാർമസിയിൽ ഇപ്പം വളരെയധികം പ്രചാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചില കോഴ്സുകളുമാണ്. ഇപ്പൊ പുറം രാജ്യങ്ങളിലൊക്കെ പണ്ട് മുതലേ പല ഫോറിൻ യൂണിവേഴ്സിറ്റീസും ഈ കോഴ്സുകളൊക്കെ ഓഫർ ചെയ്തിരുന്നു. ഇപ്പൊ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഭാരതത്തിലാണെങ്കിൽ കൂടിയും പ്രമുഖമായിട്ടുള്ള പല യൂണിവേഴ്സിറ്റീസും PG ഇൻ എംഫാം ഇൻ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അനാലിസിസ് അങ്ങനത്തെ കോഴ്സുകൾ വരെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്. അതായത് ഈ ഒരു റെഗുലേറ്ററി ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളിപ്പം എല്ലാവരും മനുഷ്യരാണ്. ഇപ്പം നമുക്കൊരു മെഡിസിൻ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ ഒരു ബാച്ചിനകത്തായിരിക്കും, പല സമയത്തും ഒരു ബാച്ച് വൈസ് റീകോൾസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതിനകത്തുള്ള ചെറിയ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ടായാൽ പോലും നമ്മൾ തെറാപ്യൂട്ടിക് വിൻഡോയും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നവരാണ്. സബ് തെറാപ്യൂട്ടിക് ലെവലും ടോക്സിക് ലെവലും അതിനിടയിലുള്ള തെറാപ്യൂട്ടിക് വിൻഡോ, നാരോ തെറാപ്യൂട്ടിക് വിൻഡോ ഉള്ള ഡ്രഗ്സ് ഉണ്ട്. അങ്ങനെ അത്രയും കൃത്യമായിട്ട് ഇപ്പൊ ഒരു രോഗിക്കാണെങ്കിൽ തന്നെ 5 വയസ്സുള്ള കുട്ടിയും 50 വയസ്സുള്ള ഒരു വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ, അല്ലെങ്കിൽ 10 കിലോ ഭാരമുള്ള ഒരാളും അതുപോലെ തന്നെ ഒരു 80 കിലോ ഭാരമുള്ള മറ്റൊരാളും, അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും, അല്ലെങ്കിൽ പ്രായമുള്ളവര് മറ്റ് പല രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്നവർ, അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ്, അങ്ങനെ ഓരോ കാറ്റഗറിക്കും അതിൻ്റെതായ ഒരുപാട് കൺസിഡറേഷൻസ് കൊടുത്താണ് നമ്മൾ ഓരോ മരുന്നും ആളുകളിലേക്ക് എത്തിക്കുക. സോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ട്. ഓരോ മരുന്നും ഉണ്ടാക്കുന്ന സമയത്ത് ഈ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോ? അൾട്ടിമേറ്റ്ലി വി ആർ ആക്ടിങ് ആസ് ദ ഗേറ്റ് കീപ്പേഴ്സ് ഓഫ് ദ ഹ്യൂമൻ ലൈഫ്സ്. മനുഷ്യ ജീവിതത്തിന് യാതൊരു രീതിയിലും ഒരു വ്യക്തിക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമ്മുടെ ഫാർമസി സെക്ടറിനെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന നിയമപാലകരാണ് നമ്മുടെ റെഗുലേറ്ററി ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. സോ ദേ ആർ സേഫ് ഗാർഡിങ് ദ ഇമ്പോർട്ടിംഗ് of the drugs as well as the registration of the medications and medical devices. ഡ്രഗ്സ് മാത്രമല്ല മെഡിക്കൽ ഡിവൈസസും അവരെ പറ്റിയുമുള്ള കൺസിഡറേഷനും നമ്മുടെ റെഗുലേറ്ററി ഫാർമസിസ്റ്റ് വളരെ ഫലപ്രദമായ രീതിയിൽ നടത്താറുണ്ട്. ആൻഡ് one of the another trend is the pharmacovigilance program. അത് ഇപ്പം നമ്മുടെ ബിഫാം കരിക്കുലത്തിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഫാർമക്കോവിജിലൻസിനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പല കോഴ്സസും അവൈലബിൾ ആണ്. നമുക്കറിയാം ഫാർമക്കോവിജിലൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പ്രചാരത്തിലുള്ള ഒരു, പ്രത്യേകിച്ച് ഫാർമസിസ്റ്റിനാണെങ്കിൽ കൂടിയും ഒരുപാട് പേര് ഫാർമക്കോ വിജിലൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഒരു മരുന്ന് ഉണ്ടാക്കി അത് മാർക്കറ്റിൽ എത്തിയതിനു ശേഷം ആ മരുന്ന് കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് നിശ്ചിതമായിട്ടുള്ള ഫോമിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും then a team of healthcare professionals including pharmacists and also the MD pharmacologist and other professionals, they will be providing very effective discussions. After conducting very effective discussions, they will be providing the solutions and they will be discussing and investigating for all those interactions. Sometimes it may be some food drug interaction, drug interaction, അല്ലെങ്കിൽ ഓരോ പേഴ്സണും ഡിപ്പെൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പാർശ്വഫലങ്ങളോ അനന്തരഫലങ്ങളോ ഒക്കെ ആവും. ഇവയെപ്പറ്റി കൃത്യമായ അവലോകനം നടത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി ഇനിയും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മതിയായ മുൻകരുതലുകൾ എടുക്കുന്നവരാണ് ഈ ഫാർമക്കോ വിജിലൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ. സോ altogether law enforcers means they are there to ensure the quality, safety, efficacy and the cost effectiveness of all the manufactured as well as the imported drug, ultimately to safeguard the lives of our society. Another important role of a pharmacist, they're acting as the partner in healthcare or as the community pharmacist. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം ഒരുപാട് ഫാർമസിസ്റ്റ് അവരുടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ഏറ്റവും ആദ്യം നമ്മൾ പോകുന്നത് ഒരു പക്ഷേ മെഡിക്കൽ ഷോപ്പിലേക്കായിരിക്കും. അതിലും കുറേയും കൂടെ എന്തെങ്കിലും സീരിയസ് എന്നൊക്കെ തോന്നുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ആളുകളും ആശുപത്രിയിൽ പോയി ഡോക്ടറിനെ കാണുന്നതും അതിനുശേഷം മരുന്ന് വാങ്ങുന്നതും ഒക്കെ. സോ actually we can call the community pharmacist as the one who is very close to the persons in or the community,
So they are readily accessible dispensers, not only regarding medicine but also for the crucial healthcare informations. ഇപ്പൊ എന്തെങ്കിലും വൈറ്റമിൻ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഡയറ്ററി റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ടൊബാക്കോ അങ്ങനെയുള്ള അതിന്റെ ഒരു അഡിക്ഷൻ വരുമ്പം അതിനെ നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, അങ്ങനെ ഒരു സാധാരണ രീതിയിൽ ഹെൽത്ത് കെയർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ആധികാരികമായി ആശ്രയിക്കുന്ന ഒരു സ്രോതസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഫാർമസിസ്റ്റ് തന്നെയാണ്. സോ ദേ ആർ ആക്ടിങ് ആസ് ദ റെഡ്ലി dispensers of the medicines as well as the essential or the crucial health related information. So they are the experts in pharmacy, and also they could manage the minor ailments too. They will be reading the prescriptions and they will be dispensing according to those prescriptions. പ്രത്യേകിച്ച് ഈ കോവിഡ് വന്ന ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം ഒരുപാട് പേര് മരുന്ന് വാങ്ങാൻ വേണ്ടി വരുമ്പോൾ ഫാർമസിസ്റ്റ് അവരോട് അവരുടെ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിൽ അതിനെപ്പറ്റി ചോദിച്ചറിയുകയും വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് കോവിഡിനെ ആണെങ്കിലും ഇഫക്റ്റീവായിട്ട് പ്രതിരോധിക്കുവാനും അതിനെ സ്ക്രീനിങ്ങിനും പ്രിവെൻഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വർത്തിച്ചതായിട്ട് നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ sector where a pharmacist can serve the society or where they can stand as the frontline healthcare professional. Similarly, they are acting as the patient care team player or as the clinical pharmacist. ഡെഫിനറ്റ്ലി ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം ഒരുപക്ഷെ ആളുകൾക്ക് ഏറ്റവും ആദ്യം ചിന്തയിലേക്ക് വരുന്ന ഡോക്ടറും നഴ്സും ഒക്കെ ആണെങ്കിൽ കൂടിയും അൾട്ടിമേറ്റ്ലി ആശുപത്രിയിൽ എത്തുന്ന ഓരോ രോഗിയും അവർക്ക് അവരുടെ സുഖം പ്രാപിച്ച് അവർ പുറത്തേക്ക് എത്തുമ്പോൾ ഒരു ഹെൽത്ത് കെയർ ടീം തന്നെ അവർക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ഡോക്ടേഴ്സ്, നഴ്സസ്, ദ ഫാർമസിസ്റ്റ്, അതർ ലാബ് ടെക്നീഷ്യൻസ് ആൻഡ് അങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാം കൂടി ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു അൾട്ടിമേറ്റ് ഹീലിംഗ് അല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഫാർമസിസ്റ്റ് ആർ ആക്ട് ആസ് ദ ഹാർട്ട് ഓഫ് എ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന പോലെ ഹെൽത്ത് കെയർ സെക്ടറിനെ പറ്റി ചിന്തിച്ചാൽ അതിന്റെ ഹൃദയമായിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. പക്ഷെ അതേസമയം എ ബോഡി cannot exist without other organs. ഇപ്പൊ ഒരു ബ്രെയിൻ ഡെത്ത് വന്നയാളും ഒരു നോർമൽ പേഴ്സൺ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഹൃദയം നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിക്കത്തുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത്. ഒരാൾ മറ്റൊരാളോട് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കോർഡിനേറ്റ് ചെയ്തും കോപ്പറേറ്റ് ചെയ്തൊക്കെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ളത് നമുക്ക് പാലിക്കുവാൻ സാധിക്കത്തുള്ളൂ. So that is what is about the clinical pharmacist. And mainly they are counseling the patients. Also they will be counseling other healthcare providers. They are acting as the ultimate source or a reliable source of drug related information for the healthcare providers as well as for the patients. ഓരോ മരുന്നുകളും ചിലത് ആഹാരത്തിന് മുമ്പ് കഴിക്കണം, ചിലത് ആഹാരത്തിന് ശേഷം കഴിക്കണം, ചില മരുന്നുകൾ ആഹാരത്തിനൊപ്പം കഴിക്കേണ്ടതാണ്, മറ്റു ചില മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ ഭാരപ്പെട്ട ജോലികൾ ചെയ്യുന്നത്, അതായത് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയ മയക്കമൊക്കെ അനുഭവപ്പെടാം. അപ്പൊ അതിന് അനുസൃതമായിട്ട് വേണം നമ്മൾ നമ്മുടെ ബാക്കി ജീവിത രീതികളെയൊക്കെ അതിനനുസരിച്ച് വേണം നമ്മൾ ക്രമീകരിക്കേണ്ടത്. അതുപോലെ ചില മരുന്നുകൾ ഒഴിക്കുമ്പോൾ പാലുൽപ്പന്നങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചില മരുന്നുകളുടെ അനന്തരഫലങ്ങളായിട്ടോ പാർശ്വഫലങ്ങളായിട്ടോ ഒക്കെ വേറെ എന്തെങ്കിലും ഒക്കെ കോംപ്ലിസിറ്റീസ് നമുക്ക് ഉണ്ടായേക്കാം. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഒരു പേഷ്യന്റിനെ ബോധവാനാക്കുക എന്നുള്ളത് അൾട്ടിമേറ്റ്ലി ഒരു ഫാർമസിസ്റ്റിന്റെ ജോലിയാണ്. സോ ദേ ആർ ആക്ടിങ് ആസ് ദ എഡ്യൂക്കേറ്റേഴ്സ് ഫോർ ദ പേഷ്യൻസ് ദർ. സോ മരുന്നുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിലും മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും നമ്മൾ അവിടെ ഒരു എഡ്യൂക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. A reliable source of drug information, that is a clinical pharmacist is supposed to be. അതുപോലെ തന്നെയാണ് ഒരു ആശുപത്രിയിലായിരിക്കുമ്പോൾ അവിടെയും ഇതുപോലെ ക്വാളിറ്റി മെഡിസിൻസ് പേഷ്യൻസിന് എപ്പോഴും അവൈലബിൾ ആവുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻവെന്ററി കൺട്രോൾ, അതിന്റെ മാനേജ്മെന്റ്, ഇപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന അക്കൗണ്ടൻസിയും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റിൽ വരുന്ന പല ചാപ്റ്റേഴ്സും ഒക്കെ എന്തുമാത്രം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു റീറ്റെയിൽ ഫാർമസിസ്റ്റിനോട് ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റിനോട് ഒക്കെ ചോദിക്കേണ്ടതുണ്ട്. They are the one who are managing the inventory control related to the drugs that is available in each of the hospitals. So they are acting as a crucial or an integral part of the patient care team in a hospital. Altogether, we can say that a pharmacist is the one who is responsible for ensuring the right drug to the right patient at right time in the right dose through the right route in the right way. കൃത്യമായ മരുന്ന് കൃത്യമായ രോഗിയിലേക്ക് കൃത്യമായ സമയത്തും കൃത്യമായ അളവിലും കൃത്യമായ
രീതിയിലും ഫോർമുലേഷനിലും കൃത്യമായ രീതിയിൽ എത്തുന്നു എന്നുള്ളതിനെ ഉറപ്പുവരുത്തേണ്ടത് ആരോ അതാണ് ഫാർമസിസ്റ്റ്. സോ വി ആർ ആക്ടിങ് ആസ് ദ ക്രിയേറ്റേഴ്സ് ആൻഡ് ദ സേഫ് ഗാർഡ്സ് ഓഫ് ദ ഡ്രഗ്സ്. മരുന്നുകളുടെ സൃഷ്ടാക്കളും കാവൽക്കാരും. ദ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ഡ്രഗ്സ് ആൻഡ് ദ പേഷ്യൻസ്. മരുന്നുകളെ രോഗികളിലേക്ക് എത്തിക്കുന്ന മധ്യവർത്തികൾ. ദ മൾട്ടി ഫാസറ്റഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. ബഹുമുഖ പ്രതിഭകളായ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള വ്യക്തികൾ. സോ ഇതൊക്കെയാണ് ഒരു ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും, സോ വി ആർ ഹാവിംഗ് എക്സ്റ്റെൻഡഡ് പ്ലാറ്റ്ഫോംസ് ടു പെർഫോം ourselves ആസ് എ ഫ്രോണ്ട് ലൈൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ആരോഗ്യ മേഖലയിൽ തന്നെ ഇത്ര വൈദഗ്ധ്യം ആർന്ന ഒരുപാട് മേഖലകളിൽ നിന്നുകൊണ്ട് ആരോഗ്യ സംരക്ഷകരായി പ്രവർത്തിക്കുന്ന മറ്റൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഒരുപക്ഷെ ഉണ്ടാവില്ല. സോ ദാറ്റ് മച്ച് എക്സ്റ്റെൻഡഡ് ഈസ് അവർ പ്രൊഫഷൻ. പഠിക്കുന്ന സമയത്താണെങ്കിലും ഇത്ര അധികം കോഴ്സുകൾ, ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഫാർമക്കോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, ജൂറിസ്പ്രുഡൻസ്, ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റ്, അക്കൗണ്ടൻസി, മാത്തമാറ്റിക്സ്, ഒരുപാട് സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിക്കും വൺസ് യു became a graduate in pharmacy, then you have a multiple choices. You can select a diversified fields to work as a clinical pharmacist, community pharmacist, or whatever it is. അതുകൊണ്ട് തന്നെയാണ് പഠിക്കുന്ന കാലത്തും ഒരുപക്ഷെ നമുക്ക് ഈ കോഴ്സ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രയാസമുള്ള കോഴ്സുകളിൽ ഒന്നായി രേഖപ്പെട്ടിരുന്ന ഒന്നായിരുന്നു നമ്മുടെ ഫാർമസി എന്ന് പറയുന്നത്. ഇത്രയധികം എക്സലന്റ് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് മേഖലകൾ കൈകാര്യം ചെയ്യുവാൻ എഫിഷ്യന്റ് ആയ ഒരു ഫാർമസിസ്റ്റിനെ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കരിക്കുലം ഇതുപോലെ വാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ആക്ച്വലി സ്കൈ ഈസ് ദ ലിമിറ്റ് ആൻഡ് റെസ്റ്റ് വി ഹാവ് ടു എക്സ്പ്ലോർ. And ultimately, we have to keep our professional ethics throughout our journey when we are working as a pharmacist. അത് ഏത് റോളും ആയിക്കോട്ടെ, because we are the multi-faceted healthcare professional. അങ്ങനെ പല പല മേഖലകളിൽ നിന്നുകൊണ്ട് ആ ഒരു സൊസൈറ്റിയോടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സ് കൈമോശം വരാതെ സമൂഹത്തോടുള്ള നമ്മുടെ ഏറ്റവും ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വവും ധർമ്മവും മറക്കാതെ പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. That is why we are calling as the frontline healthcare providers. So with immense pleasure, I would like to introduce few of my classmates. We are the batch of 2010 in Chemist College of Pharmaceutical Sciences, and currently they are working as the assistant professor, then ASI pharmacist in the Central Reserve Police Force, operation specialist in pharmacovigilance, production specialist in marketing section of various reputed companies, assistant pharmacist, pharmacy technician in Australia, Germany, then the retail chain pharmacy manager, PG student, or the some of them are doing the masters in various foreign universities, working as the medical transcriptionist, community pharmacist, then as the retail chain pharmacist, and so many. ആക്ച്വലി ഇതുപോലൊരു 56 പേരുടെ വിജയ കഥകളാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അലുമിനിയെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ കൂടിയും അവിടെയും നമുക്ക് ഇതിനേക്കാൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫാർമസിസ്റ്റിനെ കാണുവാൻ സാധിക്കും. സോ ഓൾ ടുഗെദർ ഇവരെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ കെമിസ്ട്രിയിലെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിന് മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ആ കസേരകളിൽ ആ ബെഞ്ചുകളിൽ 10 കൊല്ലം മുമ്പോ 15 കൊല്ലം മുമ്പോ ഇരുന്നും പോയവരാണ് ഇവർ ഓരോരുത്തരും. സോ ഇഫ് ദേ ക്യാൻ ഡു ദീസ് തിങ്സ്, ഡെഫിനറ്റ്ലി യു പീപ്പിൾ ഓൾസോ ക്യാൻ ഡു ദ സെയിം. ഹൗ ഓൾഡ് ആർ യു എന്നുള്ള സിനിമയ്ക്കകത്തും എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒന്നായിരുന്നു അതിന്റെ ആ ഒരു ക്ലൈമാക്സ് സീനിന് മുമ്പുള്ള അല്ലെങ്കിൽ അതിന്റെ എൻഡിങ് നോട്ടിലുള്ള ആ ഒരു സീൻ. എന്ന് പറഞ്ഞതുപോലെ ടുമോറോ യു ഓൾസോ ഹാവ് ടു പേസ്റ്റ് യുവർ പിക്ചർ ഓൺ ടു ദ പേജസ് ഓഫ് ദ ഹിസ്റ്ററി. യു ഹാവ് ടു ഡിഫൈൻ യുവർ സെൽഫ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ടാഗ്ലൈൻ, യു ഹാവ് ടു ആർട്ട് ഫോർ യുവർ സെൽഫ് ടു, because you have to put your signature in the pages of the history, because ultimately you are the creator of your future. നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടത്തിലാണെങ്കിൽ തന്നെ നഴ്സുമാർക്കും മരുന്ന് ഡിസ്പെൻസ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നിയമസംഹിതകൾ മാറുന്ന വളരെ വേദനാജനകമായ ഒരു കാഴ്ച. ഒരുപാട് പ്രതിഷേധങ്ങളും ഒക്കെ ഇതിനെതിരെ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മളൊരു മധുരപലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് അതിന് മധുരം കൂട്ടുവാൻ വേണ്ടി തേനോ പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ചേർക്കുവാൻ സാധിക്കും. ബിക്കോസ് ദർ ആർ സോ മെനി ഓൾട്ടർനേറ്റീവ്സ് ഫോർ ദ ഷുഗർ ഓർ ഫോർ ദ സ്വീറ്റനിങ് ഏജൻസ്.
അതേസമയം ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ആഡ് ചെയ്യുന്ന ഉപ്പിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. ആ ഉപ്പ് നൽകുന്ന വികാരങ്ങൾ കറിക്ക് കൊടുക്കുവാൻ മറ്റൊന്നിനും സാധിക്കില്ല. സോ there is nothing to replace the common salt. അതുപോലെ നമ്മളും ആയിരിക്കുന്ന മേഖലയിൽ we have to become the common salt where nobody can replace ourselves. For that we should be that much unique in our work. ഇപ്പോൾ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുവാൻ ബിഫാം വേണ്ട, വേറെ ആർക്കും ചെയ്യാം എന്ന് പറയാറുണ്ട്. അതേസമയം if we are working as a medical representative after the completion of our graduation in pharmacy, we are supposed to be that drug expert. We have to showcase ourselves in the best way in which we can do that. അങ്ങനെ വരുമ്പോൾ നമ്മൾ യുണീക്ക് ആവുമ്പോൾ, നമ്മളെ റീപ്ലേസ് ചെയ്യാൻ ആരും ഇല്ലാതെ വരുമ്പോൾ, that is the success. So I wish all the very best to all the students of Chemist College of Pharmaceutical Sciences and Research. Before concluding, I would like to quote the words of the man of dreams, Dr. APJ Abdul Kalam sir. As per him, dream, dream, dream. Dream transforms into thoughts and thoughts result in action. നമ്മൾ സ്വപ്നം കണ്ടാൽ പൗലോ കൊയ്ലോ പറയുന്നത് പോലെ പ്രകൃതി വരെ നമുക്കൊപ്പം നിൽക്കുമെന്നാണ്. അതേസമയം കലാം സാർ പ്രത്യേകം പറയുന്നുണ്ട്, സ്വപ്നം എന്ന് പറയുന്നത് ഉച്ചമയക്കത്തിൽ ഉണ്ടാവുന്ന മായക്കാഴ്ചകളോ മോഹവലയങ്ങളോ അല്ല എന്ന്. Then he was saying that dream is something that does not let you sleep. ഉറങ്ങുവാൻ പോലും നിങ്ങളെ അനുവദിക്കാത്ത തരത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ത്വര, അതാണ് സ്വപ്നം എന്ന് പറയുന്നത്. So definitely you all people should keep yourself, your dreams, and let all your dreams come true. So, with immense pleasure, I would like to express my heartfelt thanks to the God Almighty, my parents and family, especially to Dr. Ginny EJ Principal, all the faculty members and management, all the students of CCPSR, especially to Limsi Miss and Asha Miss, and all those who gave me this wonderful opportunity. And a special word of gratitude to Dr. Sabida M. Principal and my Ph.D. guide, Dr. Anish TP, and all the faculty members of Amrita School of Pharmacy. And very, very specially to Dr. P.K. Srikumar sir. He is the retired Deputy Drug Controller, Government of Kerala, and he is the one who inspired me to prepare and present these thoughts and ideas in a very successful way. So thank you so much, sir. And very special to all my friends and all dear ones, especially to the batch of 2010. And what I have to say you is that proud to be a pharmacist, because you, the future of the pharmacy, are the upcoming or the budding pharmacists. So you are supposed to be the brand ambassadors of the pharmacy, because we belongs to the pharmacy of the world, that is our India. I wish all the very best and success to each and every one of you. Thanking you all. Thank you.